പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വഴിവിട്ട നിയമനങ്ങളും ഫണ്ട് തിരിമറിയും നടക്കുന്നതായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. മെഡിക്കൽ കോളേജ് SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന സ്ഥാപനമായി മാറി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ അനധികൃത നിയമനങ്ങൾ നടന്നുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിലാണ് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുൻ മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ സർക്കാരും ഇപ്പോൾ കൂട്ടുനിൽക്കുന്നുവെന്നും സി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിൻവാതിൽ നിയമനത്തിൻ്റെയും അഴിമതിയുടെയും കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. SC/ST ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് തടയിടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ടുകാരനായിട്ടുള്ള മുൻ SC/ST വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിൽക്കുന്നത്. ഇതിൽ UDF-നും പങ്കുണ്ട്. പാലക്കാട് MLA അദ്ദേഹം മുൻ MLA ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായി കൊണ്ടുവന്നതാണ്. വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഷാഫി പറമ്പിലാണ്.